ഈ പാകിസ്ഥാൻ എന്നും അസ്വസ്ഥതയാൽ നേറിപ്പുകയുന്ന ഒരു രാജ്യമാണ്. അവിടെ ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഭരണസിരാ കേന്ദ്രത്തിൻ്റെ നോട്ടം, മറിച്ച് തീവ്രവാദമാണ്. സൈന്യം ആയാലും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കൊക്കെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ധനവിനിയോഗം മുഴുവൻ നടക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം നടക്കുകയാണ്. ഈ കലാപത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് ചിലരുടെ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതും ആ രാജ്യത്ത് നിന്ന് തന്നെ. ചിലരല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത് പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഈ പാകിസ്ഥാനെ തകർക്കാനുള്ള തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നത് ഭാരതമാണെന്നാണ്. അതിൽ ഏറ്റവും രസകര വസ്തുത, ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 31 മുതൽ BLA ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതായത് ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ സമരം, അത് 1947 തുടങ്ങിയതാണ്. എന്നാണോ പാകിസ്ഥാൻ ഉണ്ടായത്, ആ പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതൽ ബലൂചിസ്ഥാനെ പ്രത്യേക രാജ്യം അംഗീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാനുള്ള പ്രക്ഷോഭം നടത്തുകയാണ്. അവർ സ്വതന്ത്രമായി അവിടുത്തെ ജനത ഒരു സൈന്യത്തെ ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് BLA എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. മാത്രമല്ല, ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി പാകിസ്ഥാൻ്റെ 44% വരും. ഏതാണ്ട് പകുതിയോടടുത്ത പ്രദേശം ബലൂചിസ്ഥാനാണ്. ധാരാളം ഈ ധാതുക്കളാൽ സമ്പന്നമാണ് ഈ ബലൂചിസ്ഥാൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബലൂചിസ്ഥാനെ ആശ്രയിക്കാതെ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉള്ളത്. അവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് പാകിസ്ഥാൻ സർക്കാരൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ബലൂച്ച് സർക്കാർ അവരൊരു സർക്കാരോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം വർഷങ്ങളായി പ്രവർത്തിക്കുകയാണ്. ബലൂചിസ്ഥാൻ എന്നൊരു രാജ്യം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഖൈബർ പഖ്തൂൺ എന്ന് പറയുന്ന മറ്റൊരു മേഖലയുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ ചേർന്ന് നടക്കുന്ന ഒരു മേഖല. അവിടെയും അവരെന്ത് ചെയ്യാണ്? സ്വതന്ത്രമായിട്ടാണ് അവരുടെ ഭരണം. പാകിസ്ഥാനെ അവർ അംഗീകരിക്കുന്നില്ല, വേറെ രാജ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഈ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനികളുടെ പിന്തുണയുണ്ട്. ഷഹരി ഈ താലിബാനി എന്നാണ് അവിടുത്തെ അവർ തന്നെ അവരെ സർക്കാരിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും പാകിസ്ഥാന് ഭീഷണിയാണ്. അതായത് ഒരു രാജ്യത്തിനുള്ളിൽ മറ്റ് രണ്ട് രാജ്യം പാരലായിട്ട് സമാന്തരമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ അവർ ഈ പ്രവർത്തനം കുറച്ച് ഊർജിതമാക്കി പാകിസ്ഥാൻ ആർമിക്കെതിരെയുള്ള അവരുടെ ഈ റെസിസ്റ്റൻസ് വളരെ വലുതാക്കി. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഈ ജനുവരി 30 മുതൽ നടന്ന ഈ ആഭ്യന്തര കലാപത്തിൻ്റെ മൂർധന്യം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഓപ്പറേഷൻ ഹെറോഫ് എന്നുള്ള പേരിൽ BLA നടത്തിയ ആക്രമണം എന്ന് പറഞ്ഞത്, അതായത് പാകിസ്ഥാൻ സൈനികർക്കെതിരെ മാത്രമല്ല, ഒരേ സമയം അവർ പോലീസ് സ്റ്റേഷൻ, ചെക്ക് പോയിന്റ്, ആർമിയുടെ ട്രെയിനിങ് ബേസസ്, ബാങ്ക്, മാർക്കറ്റ്, സർക്കാർ ഓഫീസുകൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഒരേ സമയം ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്രമിച്ചപ്പോൾ 84 സൈനികരെയാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത്. 18 പേരെ അവർ ജീവനോടെ പിടിച്ചുകൊണ്ട് പോയി BLA എന്ന് പറയും. അപ്പോൾ പക്ഷേ പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല. പാകിസ്ഥാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുന്നത് ധാരാളം BLAയുടെ ഭടന്മാരെ ഞങ്ങൾ കൊന്നു, ഞങ്ങൾക്ക് ആൾനാശമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് വീരവാദം അടിക്കുന്നത്. പക്ഷേ ഈ ബലൂചിസ്ഥാൻ ആർമിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബലൂചിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന പോരാളികൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ കൂടി അവർ കൃത്യമായിട്ട് സത്യം പുറത്തുവിടുന്നുണ്ട്. അപ്പോൾ ഇത് രാജ്യം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ്റെ കള്ളം പറിച്ചിലുകൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാതെ, പരിഹാരം ഉണ്ടാക്കാതെ ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഒരു വളരെ വിചിത്രമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നിലനിൽക്കുന്നതാണ് രസകരം. പക്ഷേ ഈ വനിതാ ചാവേറുകളുടെ ചിത്രങ്ങളും ഇപ്പം BLA പുറത്തു വിട്ടിട്ടുണ്ടല്ലോ. അതെ. അതായത് അപ്പം നമ്മൾ ആലോചിച്ചോണം, ഒരു സ്വരാജ്യത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രം അവർ ദാഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ പാകിസ്ഥാൻ ആർമി ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചിട്ടുള്ളത് ബലൂച്ചികളോടാണ്. വർഷങ്ങളായിട്ട് അവർ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവരെ പിടിച്ചുകൊണ്ട് പോവുകയും, ആർമി വന്ന് ഈ പെൺപിള്ളേരെ പിടിച്ചുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ പുരുഷന്മാരെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്ത സമയത്താണ് അവർക്ക് ഇങ്ങനെ പ്രതിരോധം ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ അവരുടെ ഒരു സംസ്കാരത്തെ, അതായത് ബലൂച്ചുകളുടെ സംസ്കാരത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. പാകിസ്ഥാൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് വരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതൊരിക്കലും ബലൂചിസം സാധ്യമല്ല. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ എപ്പോഴും ഇന്ത്യയുടെ സഹായം തേടുന്നത്. കാരണം ഏതാണ്ട് ഒരു പരിധിവരെ ഇന്ത്യൻ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവരുടെ സംസ്കാരം എന്ന് പറയുന്നത്, ബലൂചിസ്ഥാൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാരിൻ്റെ സഹായം പല തവണയായിട്ട് ബലൂചിസ്ഥാൻ നേടിയിട്ടുണ്ട്. പരോക്ഷമായ പല സഹായങ്ങളും ബലൂചിസ്ഥാന് ഭാരതം നൽകുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം
2 പെൺകുട്ടികൾ, 2 യുവതികൾ പിന്നെ ഈ ചാവേറുകളായി അവർ മരണപ്പെട്ടു. പക്ഷെ കുറേ പേരെ കൊന്നിട്ട് മരണപ്പെട്ടു. അതിൽ ഒരാളുടെ പേര് അസിഫ മംഗൽ എന്നാണ്. അത് അവരുടെ ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ബ്രിഗേഡിൽ അവർ ചേരുകയും ഈ പാകിസ്ഥാൻ ആർമിക്കെതിരെ പോരാടുകയും ചെയ്തു. മറ്റൊരു യുവതിയുടെ പേര് പിന്നെ അവരുടെ വീഡിയോയാണ് ഏറ്റവും കൂടുതൽ പിന്നെ സോഷ്യൽ മീഡിയ, ദ്രോഷം എന്നാണ് അവരുടെ പേര്. അവരൊരു തോക്കും ഈ പറഞ്ഞതിലൊരു പിന്നെ വെടിയുണ്ടാക്കിയ ഒരു കിറ്റുമൊക്കെ ധരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ആർമിയെ കളിയാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള വൈറലായിട്ട് ഓടുന്നുണ്ട്, ഇന്റർനാഷണൽ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇതൊക്കെ പിന്നെ ജനങ്ങളെ പ്രേരിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ ആർമി ചെയ്യുന്ന ദ്രോഹമാണ്, ബലൂജികളോട് ചെയ്യുന്ന വലിയ ദ്രോഹം. ആ ദ്രോഹത്തെ അവർ ഈ രൂപത്തിൽ പ്രതിരോധിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ ഇന്ത്യയുടെ മേൽ കുറ്റപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചൈനയെ ഇന്ത്യയുടെ എതിരെ ആക്കണം, അതാണ് ഒരു ലക്ഷ്യം. കാരണം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശത്തു കൂടിയാണ് ഈ പാകിസ്ഥാൻ ചൈന കോറിഡോർ, ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന സംവിധാനം പോകുന്നത്. ചൈന ലക്ഷക്കണക്കിന് കോടി രൂപ അതിൽ ആൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ എക്കണോമിക് കോറിഡോറിൻ്റെ ഭൂരിഭാഗവും കടന്നു പോകുന്നത് ബലൂചിസ്ഥാനിൽ കൂടിയാണ്. ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, കാര്യം ഇവർ അനുവദിക്കുന്നില്ല, ഈ ബലൂച്ചുകൾ അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൈന വലിയ പ്രതിസന്ധിയിലാണ്. ഇതേ പ്രതിസന്ധി അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ കൂടെ നിർത്തി അവിടെയുള്ള ധാതുക്കൾ ഖനനം ചെയ്തുകൊണ്ട് പോകാന്നുള്ളതായിരുന്നു. അതിനും ഈ ബലൂജികൾ അനുവദിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ട്രംപ് ഇടയ്ക്കൊന്ന് അങ്ങോട്ടേക്കൊന്ന് ചാഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഭിക്ഷ കൊടുത്തിട്ട് അവിടെ ധാതുക്കൾ അടിച്ചുകൊണ്ട് പോകാമല്ലോ, കാര്യം ഇവർക്ക് പൈസ മതി. ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്ന പറയുന്നത് വലിയ സാമ്പത്തിക ക്ഷാമം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. പണപ്പെരുപ്പ് 9%, വിലക്കയറ്റവും വളരെ അധികമാണ്. ആളുകൾക്ക് പിന്നെ അന്നം കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട്. ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ പോയി കൈനീട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. അതിനിടയിലാണ് കൂനിമേൽ കുരി പോലെ അവിടെ ഈ പറഞ്ഞതുപോലുള്ള ബലൂചിസ്ഥാൻ കേന്ദ്രമാക്കി കിടക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾ. ഈ പ്രക്ഷോഭങ്ങൾക്ക് എത്ര കാലം പാകിസ്ഥാനെ പിടിച്ചിരിക്കാൻ കഴിയുമെന്നുള്ളത് വളരെ സംശയമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബലൂച്ചിൻ്റെ ജിയോഗ്രഫിക്കൽ പ്രത്യേകതകളാണ്. കാരണം വലിയ മലകളും താഴ്വാരങ്ങളും ഒക്കെ. അവിടെ ഈ ഒരു ഗറില്ല മോഡൽ വാർ നടത്താൻ ശേഷിയുള്ളവരാണ് ഈ BLA, അതായത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലുള്ളവരെന്ന് പറയുന്നത്, യുവാക്കളെന്ന് പറയുന്നത്. അവരോട് ഒരിക്കലും പാകിസ്ഥാൻ ആർമി പിടിച്ചാൻ കഴിയില്ല. കാരണം ഈ ഒരു പിന്നെ ഒരു ജിയോഗ്രഫി വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാർഗിൽ വാറിൽ നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് നമ്മൾ കാർഗിൽ വാറിൽ പാകിസ്ഥാൻ അങ്ങോട്ട് കടന്നു വന്നത്? കാരണം ഈ മലനിരകൾ നമുക്ക് പരിചിതമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഭൂമിശാസ്ത്ര പ്രത്യേകത ഉപയോഗിച്ചിട്ടാണ് അന്ന് വലിയൊരു കടന്നുകയറ്റം കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ ആർമി നടത്തിയത്. അതിനേക്കാളേറെ ദുഷ്കരമായ പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ്റെ ഈ ജിയോഗ്രഫിക്കൽ പെക്യുലിയാരിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഈ വലിയ മലകളിലും താഴ്വാരങ്ങളിലും ഒളിഞ്ഞിരുന്ന് ഈ സൈന്യത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം, അതായത് ഗറില്ല വാർ എന്ന് നമ്മൾ പറയുന്ന ഗറില്ല യുദ്ധമാണ് ഇവർക്ക് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല പാകിസ്ഥാൻ ആകെ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ ഇന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ആരുടെയെങ്കിലും മേലെ ഈ കുറ്റം ചാർത്തിയേ പറ്റുള്ളൂ. അതിന് ഏറ്റവും എളുപ്പമാരാ? ഇന്ത്യയാണ്. അപ്പോൾ കൊണ്ടുകൊണ്ട് ഇന്ത്യയാണ് ഈ ആഭ്യന്തരത്തിനെല്ലാം കാരണം എന്ന് പറയുകയാണ്. ഈ ഹെറോസ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഓപ്പറേഷൻ ഹെറോസിൻ്റെ യഥാർത്ഥ കാല പിന്നെ തൂഫാൻ എന്നാണ് പറയുക ഹിന്ദിയിൽ. അതായത് കറുത്ത കൊടുങ്കാറ്റ്. ആ കറുത്ത കൊടുങ്കാറ്റ് ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂണിലും ആഞ്ഞടിക്കുകയാണ്. ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് വലിയ താമസമില്ലാതെ പാകിസ്ഥാൻ എന്ന രാജ്യം ചിഹ്ന ഭിന്നമാവും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.